ഹലോ ഗേസ്, ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം, അതായത് പുതിയ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കായ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവൻ്റെ ജനിതകം എന്ന പാഠത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൻ്റെ പേരാണ് അമിനൂസ് ഫാമിലി. അപ്പോൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം അയച്ചു കൊടുത്ത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, എന്താണ് നമ്മുടെ ജനിതകം? പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ ടെക്സ്റ്റ് ബുക്കായതുകൊണ്ട് പഴയതിനും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലും ജനിതകം എന്നാണ് അറിഞ്ഞിരിക്കണം. ജനിതകം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ജനിതക ശാസ്ത്രം എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്നതാണ് ജനിതക ശാസ്ത്രം. അപ്പോൾ പാരമ്പര്യമുണ്ട്, നമ്മളെ വ്യതിയാനമുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മളിലേക്ക് വരുന്ന ഒരു സ്വഭാവത്തെയാണ് നമുക്ക് ആ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് പാരമ്പര്യം. അപ്പോൾ നമ്മൾ ആൾക്കാരെ നമ്മളെ വീട് മറ്റുള്ള സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇന്നയാളുന്ന മോളാണ്, അല്ലെങ്കിൽ ഇന്നയാളുന്ന മോനാണ് എല്ലാം പറയും. അത് അവർ പാരമ്പര്യമായിട്ട് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അവർ മുടിയിലോ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് പറയും. ചില ആൾക്കാർ ഇപ്പോൾ ചുരുള മുടിയുള്ള ആളാണെങ്കിൽ അവർക്കും ഇതുണ്ടാവും, മറ്റുള്ളവർക്കും ചുരുള മുടികളുണ്ടാവും. പിന്നെ അതേപോലെ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്നുള്ളൊരു അവർക്കുണ്ടാകുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും വ്യത്യാസപ്പെട്ട മറ്റൊരു ക്യാരക്ടറിനെയാണ് എന്ത് പറയുന്നത് വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത് ജനിതക ശാസ്ത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് ജീവൻ്റെ ജനിതകം എന്ന ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടെക്സ്റ്റിൻ്റെ ഒന്നാമത്തെ ചിത്രത്തിൽ തന്നെ വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഞാനിത് വളരെ ഷോർട്ടായിട്ടാണ് ഓരോന്നും എന്ത് ചെയ്യുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള നോട്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ചെയ്യുക. ആ നോട്ട്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പറയുമ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റുള്ള നോട്ട്സുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എടുത്തു വെക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ജീവൻ്റെ ജനിതകത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. ശ്രദ്ധിച്ചോളുക, SLC ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിലാദ്യത്തെ ഭാഗം പറയുന്നത് ജീൻ എഡിറ്റിംഗ് എന്നാണ്. ജീൻ എഡിറ്റിംഗ്. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. എഡിറ്റിംഗ് പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, കാരണം പല എഡിറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എഡിറ്റിംഗ്? എഡിറ്റിംഗ് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ സാധാരണ മൊബൈൽ ഫോണിലും കളിക്കുന്ന ആളുകളാകുമ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട. അതായത് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജീനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ ജീന് നമ്മൾ കാണപ്പെടുന്നത് നമ്മുടെ DNA-യിലാണ്. ഇനി എവിടെയാണ് DNA, എന്താണ് DNA എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജീന് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, ജീൻ എഡിറ്റിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതിൽ കൃത്യമായി പറയുന്നുണ്ട് DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണെന്ത് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഈ ജീൻ എഡിറ്റിംഗ് നമ്മുടെ ഇതിൽ കൃത്യമായൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ഫോട്ടോ എന്തിൻ്റെതാണെന്ന് നമുക്കറിഞ്ഞിരിക്കുക. ഇവരെ ഫോട്ടോ, ആ ഫോട്ടോ എങ്ങനെയാണ് വന്നതെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്. അതായത് ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയക്ക് 2020 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവരെന്തിനാണ് നോബൽ പുരസ്കാരം ലഭിച്ചിരുന്നത്? ഈ പ്രക്രിയ, ഈ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയക്ക് CRISPR-Cas എന്നൊരു സാങ്കേതിക വിദ്യ അവർ കണ്ടെത്തി. ആരല്ലോ? ജെന്നിഫർ എ ഡൗഡിന എന്ന് പറയുന്നതും എമ്മാനുവൽ കാർപ്പൻ്റെയർ എന്ന് പറയുന്ന ആളും. അപ്പോൾ ഈ പേരുകൾ നന്നായിട്ട് പഠിക്കുക, കാരണം നമ്മൾ ഈ പേരുകൾ നമ്മൾക്ക് പരിചിതമല്ലാത്ത പേരുകളാണ്. അപ്പോൾ ജെന്നിഫർ എ ഡൗഡിന എന്ന് പറയുന്ന ആളും എമ്മാനുവൽ കാർപ്പൻ്റെയർ എന്ന് പറയുന്ന ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് എന്ത് ചെയ്യുന്നത് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിലാണ് അവർക്ക് 2020 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തത്. ഇനി ഇവർ കണ്ടെത്തിയതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. അത് ഞാൻ മൂന്നാമതായി പറയുന്നുണ്ട്. ജനിതക രോഗത്തിന് ചികിത്സ, അതേപോലെ ക്യാൻസർ ചികിത്സയുടെ പുരോഗതി. ഇവർ പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നത് ഇതാണ്: ജനിതക രോഗത്തിൻ്റെ ചികിത്സക്കും ക്യാൻസർ ചികിത്സയ്ക്ക് പുരോഗതിയും ഇതിലൂടെ അവർക്ക് നേട്ടം വരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അവർ മറ്റു സാധനമാണ് കീടങ്ങളുടെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാം. ഈ CRISPR സാങ്കേതിക വിദ്യയിലൂടെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ എന്ത് ചെയ്യാം, വികസിപ്പിക്കാം. കാരണം നമ്മൾ എന്ത് വിളകൾ നട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കീടങ്ങളും രോഗങ്ങളും കൊണ്ട് അത് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന വിളകൾ എന്ത് ചെയ്യാം, വികസിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ്.
രണ്ടാമത് ഈ ജെന്നിഫർ എ ഡൗൺ എന്ന് പറയുന്നതും എമ്മാനുവൽ കാർപ്പൻറ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ ക്രിസ്പർ കാസ് എന്ന സാങ്കേതിക വിദ്യക്ക് 2020 രസതന്ത്ര നോബൽ പുരസ്കാരം അവർക്ക് ലഭിച്ചു. പിന്നെ അതിലൂടെ നേടിയ നേട്ടങ്ങൾ എന്തെല്ലാം? ജനിതക രോഗത്തിൻ്റെ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും പുരോഗതി ഇവർക്ക് നേടാൻ വേണ്ടി പറ്റി. പിന്നെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ എന്ത് ചെയ്തു? അവർക്ക് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും പറ്റി. ഇതാണ് പ്രധാനമായിട്ടും ഇതിൽ ഭാഗം. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത് ഭാഗം പറയുന്നത്, ഇനി എല്ലാവർക്കും പ്രശ്നം എന്നറിയാം, ഈ ജീൻ എവിടെയാണ് കാണുന്നത്, ഇതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി DNA-യും ജീനും എന്നിവയുടെ സ്ഥാനം കാണാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ DNA എവിടെ കാണുന്നു നമുക്ക് മനസ്സിലാക്കണം, ജീൻ എവിടെ കാണുന്നു നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിലൊന്നാമത്തെ ചിത്രം കാണുന്നില്ല, കോശത്തിൻ്റെ ചിത്രമുണ്ട് അല്ലേ? ഈ കോശത്തിൻ്റെ ചിത്രത്തിൽ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും എന്തുണ്ട്, കോശം അറിയാം അല്ലേ? ഈ കോശത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ജീവികൾക്കും കോശമുണ്ട്. ആ കോശത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, കോശത്തിനുള്ളിൽ കുറേ അംഗങ്ങളുണ്ട്. ആരെല്ലാം മർമ്മമുണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അതേപോലെ മൈറ്റോകോൺട്രിയ ഉണ്ട്, റൈബോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് സാധനമാണെന്ത്? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മളെ രണ്ട് ഷേപ്പ് പോലത്തെ സാധനം ക്രോമസോം കാണപ്പെടുന്നുണ്ട്. ഈ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? DNA ഉള്ളത്. അപ്പോൾ DNA എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോശത്തിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ഇനി ആ DNA കാണപ്പെടുന്നത് കണ്ടെത്തി. ഇനി DNAക്കുള്ളിലാണ് ആര് കാണപ്പെടുന്നത്? ജീൻ കാണപ്പെടുന്നത്. അതും അറിഞ്ഞിരിക്കുക. DNAൻ്റെ ഉള്ളിലാണ് ജീന് കാണപ്പെടുന്നത് അറിയാം. ഇനി ഇവിടെ ഓരോ DNA-യിലും അല്ലെങ്കിൽ എന്തുണ്ട്, ഓരോ DNA-യിലും ആരെല്ലാം ഉള്ളതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഓരോ വിഷയം എന്താണെന്ന് ചെയ്യുന്നുണ്ട്, ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് DNA ജീൻ്റെ സ്ഥാനം പറഞ്ഞല്ലോ. ഇനി അതിന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞിരിക്കോ. DNA-ൻ്റെ സ്ഥാനം ഞാൻ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ DNA-ൻ്റെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിൽ, വേണമെങ്കിൽ കോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിൽ നമുക്ക് പറയാം. ഇനി ജീനിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കുറച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടുകളിൽ കോശത്തിലെ ന്യൂക്ലിയസ്, ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ കോശത്തിലെ ന്യൂക്ലിയസുകളിലെ ക്രോമസോമുകളിലെ DNA-യിൽ, അതായത് ഈ യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, യൂക്കാരിയോട്ടും പ്രോക്കാരിയോട്ടും നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പ്രോക്കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യക്തമായ മർമ്മമില്ലാത്ത കോശങ്ങളെയാണ് പ്രോക്കാരിയോട്ട് എന്ന് പറയുന്നത്. യൂക്കാരിയോട്ട് നിങ്ങൾക്കറിയാം എന്താണ്? വ്യക്തമായ മർമ്മമുള്ള കോശങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള യൂക്കാരിയോട്ടുകളിലെ കോശത്തിൻ്റെ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിലെ DNA-യിലാണ് ആര് കാണപ്പെടുന്നത്? ജീന് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ചോദിച്ച രണ്ട് സ്ഥാനങ്ങളാണ് DNA-ൻ്റെ സ്ഥാനവും ജീനിൻ്റെ സ്ഥാനവും. അപ്പോൾ DNA എവിടെ കാണപ്പെടുന്നു? കോശത്തിൻ്റെ ന്യൂക്ലിയസിലെ ക്രോമസോമിൽ കാണപ്പെടുന്നു. ഇനി ജീൻ എവിടെ കാണപ്പെടുന്നു? കോശത്തിലെ ന്യൂക്ലിയസിലെ DNA-യിൽ എന്ത് ചെയ്യും? കാണപ്പെടുന്നു. അതും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കും. ഈ രണ്ട് സ്ഥാനങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഷേപ്പ് എവിടെ വരുന്നു, എവിടെയൊക്കെ എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു DNA-ൻ്റെ ഘടന എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളത്. DNA-ക്ക് ഒരു ഘടന കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ആ ഘടനേൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടെത്തിയ ആളുകളുടെ പേര് പ്രധാനമായിട്ടും നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഈ ചുറ്റുകോവണി മാതൃക കണ്ടുപിടിച്ചത്. ചുറ്റുകോവണി മാതൃക നമുക്കറിയാം. ചുറ്റുകോവണി മാതൃക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ചുറ്റുകോവണി മാതൃക. അത് ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്? ചുറ്റുകോവണി മാതൃക. ഇതൊരു കോണി ഷേപ്പിലാണുള്ളത്. നമ്മൾ കയറിപ്പോകുന്ന കോണീൻ്റെ ഷേപ്പിലാണ്. അതിൻ്റെ ഇടയിൽ കുറേ പടികളുണ്ട്, 2 ഇഴകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് ഈ കോണി ഷേപ്പ് കണ്ടുപിടിച്ച ആളാണ് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും. പക്ഷേ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ വേറെ ഒരു കാര്യമുണ്ട്. അതായത് ഇവർ പഠനം നടത്തുന്നതിന് മുന്നേ 2 ആളുകൾ ഇതിൽ വ്യക്തമായ പഠനം നടത്തിയിട്ടുണ്ട്. അവരെ പേരാണ് ഒന്നാമത്തെ ആളാർ റോസലിൻ ഫ്രാങ്ക്ലിനും അതേപോലെ മോറിസ് വിൽക്കിൻസും. ഇവർ 2 ആളും DNA-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയിട്ടുണ്ട്. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവർക്ക് 2 ആൾക്കും, ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും 1953 എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയത്? ചുറ്റുകോവണി മാതൃകയായ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് ചുറ്റുകോവണി മാതൃക കണ്ടുപിടിച്ചത്. പക്ഷെ അതിൻ്റെ ആധാരം, ആ കണ്ടുപിടുത്തത്തിൻ്റെ ആധാരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസിൻ്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനമാണ്. ഇനി ഇതിൽ റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസിനും കുറച്ചും കൂടി പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത പ്രധാനമായിട്ടും ഒരു ഫോട്ടോ 51 എന്നാണ്. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയെന്ന് പറഞ്ഞല്ലോ.
എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയതിൽ ഫോട്ടോ 51 എന്ന ഫോട്ടോ 51 ആ 51 എന്നുള്ള ഫോട്ടോയിൽ നിന്നാണ് DNA കണ്ടുപിടിക്കുന്നത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതാരെ എടുത്തത്? റോസലിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഫോട്ടോ 51, ഈ ഫോട്ടോ 51 എന്നുള്ള ചിത്രം നോക്കുക. നമ്മളൊരിക്കും ഫോട്ടോ എന്നെല്ലാം വിചാരിച്ച് അടിപൊളി ഫോട്ടോ എന്നല്ല, ഇതിൽ കുറേ എന്തെല്ലാം കുത്തുമുതലുള്ള സാധനങ്ങളാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? ഈ ഫോട്ടോ 51 നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യം വഹിക്കുന്ന ഒരാളാണ്. ഇതാരെ കണ്ടുപിടിച്ചത്? റോസലിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ റോസലിൻ ഫ്രാങ്ക്ലിൻ്റെ DNA 51 അതിൽ നിന്നാണ് എന്ത് കണ്ടുപിടിച്ചത്? പിന്നെ ഈ DNA ചുറ്റുകോണി മാതൃക കണ്ടുപിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ആര്? ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ്റെ ഫോട്ടോ 51. അതും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. പ്രധാനമായിട്ട് ഭാഗങ്ങൾ നിൽക്കാം. ഇനി നമ്മൾ ഇതിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 1953 ആര് കണ്ടുപിടിക്കുന്നത് ചുറ്റുകോണി മാതൃക. പക്ഷേ 1962 ആർക്ക് നോബൽ പ്രൈസ് കിട്ടി. ഈ നോബൽ പ്രൈസ് കിട്ടിയേ നോക്കിയോ, ആർക്കെല്ലാം നോബൽ പ്രൈസ് കിട്ടിയത്? ഇതുമായിട്ട് ചുറ്റുകോണി മാതൃകയിൽ നോബൽ പ്രൈസ് കിട്ടിയത് ആരെല്ലാം എന്ന് പറഞ്ഞാൽ 3 ആളുകളാണ്. ഒന്ന് മോറിസ് വിൽക്കിൻസ്, 2 ഫ്രാൻസിസ് ക്രിക്ക്, 3 ജെയിംസ് വാട്സണും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഇഴകളാണ്. അതായത് 2 ഇഴകൾ എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു ഇഴ ഇതിലും വന്നു, അതേപോലെ ഇഴ നമ്മൾ കോണിൻ്റെ കമ്പി എന്നെല്ലാം പറയുന്ന പോലെ എന്താണ് 2 ഇഴകളാണ് ഇവർ പ്രധാനമായിട്ടും വന്നത്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊന്നാണ് വന്നത് എന്ത്? ഇത് കണ്ട പടികളുണ്ട്, ഇങ്ങനെ ഇടയിലിടയിലായിട്ട് പടികളുണ്ട്. അപ്പോൾ ഈ പടികളും ഇഴകളും കൂടി ചേർന്നതാണ് എന്ത്? പടികളും ഇഴകളും കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ചുറ്റുകോണി മാതൃക വന്നത്. ഇവർക്ക് 1962 ഇതിന് നോബൽ പ്രൈസ് ലഭിച്ചു. പക്ഷേ ഇതിൻ്റെ മുന്നേ ഒരാളുണ്ടായിരുന്നു, ആര്? നമ്മൾ നേരത്തെ പറഞ്ഞ മോറിസ് വിൽക്കിൻസും ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ. ഇതിന് മുന്നേ ഉള്ള ആര്? അദ്ദേഹം അതിന് മുന്നേ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് ഇവർ 3 ആളുകൾക്കും ഈ നോബൽ പ്രൈസ് ലഭിച്ചത്. ഇത് മറന്നു പോകരുത്. ഇതിൻ്റെ ആധാരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ഫോട്ടോ 51 എന്നുള്ളതാണ്. അതൊരാളും എന്ത് ചെയ്ത് മറന്നു പോകരുത്. അപ്പോൾ DNA നമ്മൾ പറഞ്ഞത് ഇതുവരെ പറഞ്ഞെന്താണ്? ജീൻ എഡിറ്റിങ് പറഞ്ഞു, DNA സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു, ജീനിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു, ചുറ്റുകോണി മാതൃകയിലേക്ക് എത്തിയ എന്താണ് ആ കണ്ടുപിടുത്തം എങ്ങനെ വന്നതെന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഈ നമ്മളെ റോസലിൻ ഫ്രാങ്ക്ലിൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ 1958 അദ്ദേഹം മരിച്ചുപോയി. ഇത് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി ഈ മോറിസ് വിൽക്കിൻസിൻ്റെയും അതേപോലെ റോസലിൻ ഫ്രാങ്ക്ലിൻ്റെയും കണ്ടുപിടുത്തത്തിൽ അവരെ ഈ ഫോട്ടോ 51 ആധാരം ബേസ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് എപ്പോഴാണ്? 1962 അല്ലേ? 62. ഇനി നമ്മൾ ഒരു DNA ഞാൻ നേരത്തെ പറഞ്ഞ 2 ഇഴകളുണ്ട്, പടികളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു DNA എന്ത് ചെയ്യുന്നത്? ചുറ്റുകോണി മാതൃക ഉള്ളത്. ഇനി അതിലുള്ള ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുണ്ട്? ഇഴകൾ. ഈ ഇഴകൾ കണ്ടോ? ഇങ്ങനെ വന്ന ഇഴകൾ 2 ഇഴകളുണ്ട്. ഈ 2 ഇഴകളിൽ പ്രധാനമായിട്ടും എന്താണ്? 2 ഇഴകൾ നോക്കിക്കോ. അതിൽ 6 ഇഴകൾ ചേർന്നുണ്ടാകുന്ന പഞ്ചസാരയും ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്ന ഇഴകളാണ്. പഞ്ചസാരയുണ്ട്, അതിൽ ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് ഈ ഇഴകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പഞ്ചസാരൻ്റെ തന്മാത്ര ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റിൻ്റെ തന്മാത്ര ഉണ്ടാവും. ഇവിടെ കണ്ടോ? ഒരു പഞ്ചസാരയും ഫോസ്ഫേറ്റിൻ്റെ തന്മാത്ര. ഇവിടെ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇഴകൾ ഉണ്ടാക്കുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയാണ് ഈ നടുവിലുള്ളത്. ഇതാണ് എന്ത് ചെയ്യുക? ഫോസ്ഫേറ്റ് തന്മാത്ര. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫോസ്ഫേറ്റിൻ്റെ എല്ലാം എന്താ പറയുന്നത്? ഫോസ്ഫേറ്റിൻ്റെ തന്മാത്രകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ അറിഞ്ഞ ഇഴകൾ ചേർന്നിരിക്കുന്നത് ആരെല്ലാം കൂടിയിട്ടാണ്? പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും കൂടി ശരിയാണ്. ഇനി നടുവിൽ ആരുണ്ട്? ഇഴകൾക്ക് പുറമേ നമ്മൾ ആരുണ്ട്? പടികളുണ്ട്. ഇങ്ങനെ പടികളില്ലേ? പടികൾ ഇങ്ങനെ പടികൾ നമ്മൾ കോണിയാകുമ്പോൾ നമുക്ക് കയറാൻ എന്ത് വേണം? പടികൾ വേണം. ആ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് ആരെല്ലാം എന്ന് അറിയണം. അതിൻ്റെ പേരാണ് ആര്? നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസിൽ 4 നൈട്രജൻ ബേസ് ഉണ്ട്. ഒന്ന് ഏതാണ്? അഡിനിൻ അല്ലേ? അഡിനിൻ ഉണ്ട്. പിന്നെ ആരാ? ടി എന്ന് പറയുന്ന തൈമിനുണ്ട്. മൂന്നാമത്തെ ജി ഉണ്ട്. അതായത് ഗ്വാനിൻ ഉണ്ട്. നാലാമത്തത് സൈറ്റോസിൻ ഉണ്ട് അല്ലേ? അഡിനിൻ ഉണ്ട്, തൈമിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. ഇതാണ് 4 ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ? അതായത് ഇവിടെ നമ്മൾ നോക്കിയോ, ഇവിടെ നോക്കിയോ. അതായത് ഇവിടെ ജി എന്ന് കാണുന്നുണ്ട്, ഇവിടെ സി എന്ന് കാണുന്നുണ്ട്, ഇവിടെ എ എന്ന് കാണുന്നുണ്ട്, ഇവിടെ ടി എന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞാൽ ഗ്വാനിനാണ്, അതേപോലെ സി എന്ന് പറഞ്ഞാൽ സൈറ്റോസിനാണ്,
എ എന്ന് പറഞ്ഞാൽ അഡിനിനാണ്, ടി എന്ന് പറഞ്ഞാൽ തൈമിനാണ്. ഇപ്പോൾ ഇവർ ജോഡി ചേർന്നിരിക്കുന്നത് ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ എല്ലാവരും തമ്മിലൊന്നും ജോഡി ചേരില്ല. അപ്പോൾ അഡിനിൻ ആരുമായിട്ടേ കൂടി ചേരൂ? അഡിനിൻ ഒരിക്കലും അഡിനിൻ എന്താണ് തൈമിനുമായിട്ടേ കൂടിച്ചേരൂ. അഡിനിൻ തൈമിനുമായിട്ട് എ എപ്പോഴും ആരുമായിട്ടേ കൂടിച്ചേരൂ? തൈമിനുമായിട്ടേ കൂടിച്ചേരൂ. ഇനി തിരിച്ചും പറയാട്ടോ, തൈമിൻ എപ്പോഴും ആരുമായിട്ടേ കൂടിച്ചേരൂ? അഡിനുമായിട്ടേ കൂടിച്ചേരും. അതേപോലെ ഗ്വാനിൻ എപ്പോഴും ആരുമായിട്ടേ കൂടിച്ചേരൂ? സൈറ്റോസിനുമായിട്ടേ കൂടിച്ചേരൂ. സൈറ്റോസിനുമായിട്ട് ആര് കൂടിച്ചേരൂ? സൈറ്റോസിനുമായിട്ട് അത്രേ ഗ്വാനിൻ കൂടിച്ചേരൂ. അപ്പോൾ ജി എന്ന് പറയുന്ന സാധനം, അതായത് ജി എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആരുമായിട്ടേ കൂടിച്ചേരൂ? സൈറ്റോസിനുമായിട്ടേ കൂടിച്ചേരൂ. അതേപോലെ സൈറ്റോസിൻ ആരുമായിട്ടേ കൂടിച്ചേരൂ? ഗ്വാനിനുമായിട്ടേ കൂടിച്ചേരും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണെന്ന് പറയും. ഒന്ന് ഇഴകൾ, അല്ലേ? ഈ രണ്ട് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇഴയും പിന്നെ ആരെയാണ്? പടികളാണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് ആരെല്ലാം കൂടിയിട്ടാണ്? പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും കൂടിച്ചേരുകയാണ്. എന്നാൽ പടികൾ നിർമ്മിച്ചിരിക്കുന്നതോ നൈട്രജൻ ബേസ് അവർ തമ്മിൽ ജോഡി ചേർന്നിട്ടാണ്. അതായത് ആരെല്ലാം ജോഡി ചേർന്നു? അഡിനും തൈമിനും, അല്ലെങ്കിൽ തൈമിനും അഡിനിനും. പിന്നെ അതേപോലെ ഗ്വാനിനും സൈറ്റോസിനും ഗ്വാനിനും തമ്മിലാണ് ജോഡി ചേരുന്നത്. ഇനി ഇവർ തമ്മിൽ ഈ അഡിനും തൈമിനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇവർ രണ്ടും തമ്മിൽ കൂടിച്ചേരാൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഹൈഡ്രജൻ ബോണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നടുവത്തെ ഈ വര ഉണ്ടല്ലോ, നടുവത്തെ ഈ വര, അത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ ഒരു വര, ഇതിൻ്റെ ഇടയിൽ 3 വരകൾ കൂടി ചേരുമ്പോഴാണ് ഗ്വാനിനും സൈറ്റോസിൻ. അതായത് 3 ഹൈഡ്രജൻ ബോണ്ടാണ് കൂടി ചേർന്നത്. എന്നാൽ അഡിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടേ ഉള്ളൂ. അത് പറഞ്ഞിരിക്കുക. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടുകൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് അഡിനും തൈമിനും വന്നത്. മറ്റേത് ഗ്വാനിനും സൈറ്റോസിനും വന്നിരിക്കുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് ഓർന്നിരിക്കുക. 2 ഇഴകളുണ്ട്. ആ 2 ഇടയിലുണ്ട് പടികളുണ്ട്. 2 ഇഴകൾ ചേർന്നിരിക്കുന്നത് പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും കൂടി ചേർന്നിട്ടാണ്. എന്നാലോ പടികൾ ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടായിട്ടാണ്? നൈട്രജൻ ബേസുകൾ കൂടി ചേർന്നത്. ആ നൈട്രജൻ ബേസ് തന്നെ 4 നൈട്രജൻ ബേസ് ഉണ്ട്. എ അഡിനിൻ, ടി തൈമിൻ, ജി ഗ്വാനിൻ, സി സൈറ്റോസിൻ. അപ്പോൾ അഡിനിനും തൈമിനും കൂടി ചേരും, അല്ലേ? ഗ്വാനിനും സൈറ്റോസിനും കൂടി ചേരും. അങ്ങനെയാണ് അവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിന് അഡിനും തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ടിലും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത പറഞ്ഞത് ന്യൂക്ലിയോടൈഡ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. എന്താണ് ന്യൂക്ലിയോടൈഡ്? ഇനി ഒരു ന്യൂക്ലിയോടൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം വരണം? ഒരു ഷുഗർ വരണം, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരണം, നൈട്രജൻ വരണം, അല്ലെങ്കിൽ ഒരു പഞ്ചസാര തന്മാത്ര. ആരെല്ലാം വരണം ചോദിക്കാം? ഒരു പഞ്ചസാര തന്മാത്ര, അല്ലേ? അതായത് പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത്. 2 നൈട്രജൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഫോസ്ഫറസ് തന്മാത്ര, 3 നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് നിങ്ങൾക്ക് അറിയാലോ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ 3 ആളുകളും കൂടി ചേർന്നാൽ അതിൻ്റെ പേരാണെന്ത്? ന്യൂക്ലിയോടൈഡ്. അഡിനിൻ, പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ, നൈട്രജൻ ബേസ് എന്ന് പറയുന്നതും, അതേപോലെ ഷുഗർ തന്മാത്ര, അതായത് പഞ്ചസാര തന്മാത്രയും, അതേപോലെ ഫോസ്ഫറസ് ഗ്രൂപ്പും കൂടി ചേർന്നാൽ അതിന് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോഴാണ് ഇവിടെ നമ്മൾ പറയുന്നു ഈ സാധനം ഇതെന്താണ്? ഇത് രണ്ടും കൂടി ചേർന്നത്. അപ്പോൾ നമുക്കൊന്ന് പറയാം. ആയില്ല, ഇവിടെ മൊത്തം ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇവിടെ എവിടെയാണ് ന്യൂക്ലിയോടൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയോടൈഡാണിത്, ഒരു ന്യൂക്ലിയോടൈഡാണിത്. അപ്പോൾ ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? DNA ഉണ്ടാകുന്നത്. ഒരു DNA ഉണ്ടാകുമ്പോൾ 3 സാധനങ്ങൾ കൂടി ചേരുമ്പോൾ ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചസാരയും ഫോസ്ഫറസും ഒരു നൈട്രജൻ ബേസും വേണം. അതേപോലെ കുറേ ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഇവിടെ 2 നൈട്രജൻ ബേസ്, ഇവിടെ 2 നൈട്രജൻ, ഇതെല്ലാം നൈട്രജൻ ബേസ് ഇല്ല. ഇവിടെ എല്ലാം ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു DNA ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് മനസ്സിലായി. ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ആരെല്ലാം ഒരു ഷുഗർ തന്മാത്ര ഷുഗർ തന്മാത്ര ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെൻഡോസ് ഷുഗർ ഉണ്ടായിരിക്കണം, ഫോസ്ഫറസ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, ഒരു നൈട്രജൻ ബേസും ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ. ഇനി അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഷീറ്റ് നമുക്ക് കൃത്യമായി നോക്കാം. DNA ഇഴകളുടെ എണ്ണം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം ഉള്ളത്. DNA ഇഴകളുടെ എണ്ണം 2 എണ്ണം. ഇനി ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ആരെല്ലാം? ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ നമ്മൾ അറിഞ്ഞിരിക്കുക ആരെല്ലാണ്. പിന്നെ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഇതാണ്. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇതൊരു പറഞ്ഞുതരാം. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ, ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ആരല്ല? പിന്നെ ഫോസ്ഫറസും ആരെല്ലാണ് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ? ഫോസ്ഫറസും, പിന്നെ ഇതേപോലെ പിന്നെ പഞ്ചസാര തന്മാത്രയും. ഫോസ്ഫറസും പഞ്ചസാര തന്മാത്രയാണ്
ഇനി ഫോസ്ഫറസും പഞ്ചസാര തന്മാത്രയാണ് ഇതിൽ പറഞ്ഞത്. ഇനി പിന്നെ അടുത്ത ഒരു സ്റ്റോപ്പിന് പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകളാണ്. പടികൾ നമുക്കറിയാൻ നൈട്രജൻ ബേസുകളാണ് പടികൾ. അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് പ്രശ്നം ഇതിന് പകരം ഇവിടെ എന്താ വരേണ്ടത്? രണ്ട് സാധനങ്ങളും. അതായത് പിന്നെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസാണ്. ഇവിടെ നമ്മൾ പിന്നെ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ആരെല്ലാണ്? ഫോസ്ഫറസും ഷുഗറാണ്. അതായത് പഞ്ചസാര തന്മാത്രയും പഞ്ചസാരയും അതേപോലെ ഷുഗർ തന്മാത്രയാണ്. ഇനി പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, നൈട്രജൻ ബേസ് എന്ന് കൊടുത്താൽ മതി. ഇതിങ്ങനെ എഴുതണമെന്നില്ല, നൈട്രജൻ ബേസ് എന്ന് കൊടുക്കാം. അതാണ് നൈട്രജൻ ബേസാണ് മൂന്നാമത്തത് വരുന്നത്. ഇനി വിവിധ തരം നൈട്രജൻ ബേസ് ഉണ്ട് അല്ലേ? വിവിധ തരം നൈട്രജൻ ബേസിൽ ഇവിടെ നമ്മൾ നൈട്രജൻ ബേസ് എന്ന് കൊടുത്താൽ മതിയേ. ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? നൈട്രജൻ ബേസ് എന്ന് കൊടുത്താൽ മതി. ഇത് വേണമെന്നില്ല. വിവിധ തരം നൈട്രജൻ ബേസിൽ എന്തെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എടുത്താൽ അത് കൊടുക്കാം. മൂന്നാമത്തെ. ഇനി പടികൾ രൂപപ്പെടുന്ന വിധം ആരെല്ലാം തമ്മിലെ പടികൾ നൈട്രജൻ ബേസ് കൂടി ചേരുക. അഡിനും തൈമിനും തമ്മിൽ പിന്നെന്താ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഗ്വാനിനും സൈറ്റോസിനും തമ്മിലും എന്തുണ്ടാവും? 3 ദ്വിബന്ധനമാണ്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡിനും തൈമിനും തമ്മിലാണ്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് അല്ലേ? ഇനി പിന്നെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ഒരു ന്യൂക്ലിയോടൈഡിൽ ആരുണ്ടാവും? ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഒരു പഞ്ചസാര തന്മാത്ര ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. അത് DNA ഡിയോക്സി റൈബോ ഷുഗറാണ്, അത് നൈട്രജൻ ബേസാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ. ഇനി ഒരു DNA വലുപ്പങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു DNA വലുപ്പം എന്ന് പറഞ്ഞാൽ ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച്, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്കൊരു 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോമിലെയും DNAകൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. ഒരു മനുഷ്യൻ്റെ ഒരു കോശത്തിൽ 46 ക്രോമസോം. അങ്ങനെ ഒരു കോശത്തിലെ 46 ക്രോമസോമിന് 6 അടി നീളം വരും. അതായത് 2 മീറ്റർ വരും. ഒരു കോശമാണ് പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ ഒരു കോശമല്ല ഉള്ളത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 1,00,000 കോടിക്കണക്കിന് കോശം ഉണ്ടെന്നാണ്. ഒരു കോശത്തിൽ 2 മീറ്റർ ആണെങ്കിൽ 1,00,000 കോടിക്കണക്കിന് കോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ ഏകദേശം എല്ലാ DNA കൂടി യോജിപ്പിച്ചാൽ ഏകദേശം 67 ബില്യൺ, അതായത് 100 കോടി മൈൽ വരും. ഈ സാധനം ശരിക്കും ഈ 100 കോടി മൈൽ എന്ന് പറയുന്ന സാധനമില്ലേ, ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിലുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് എടുത്താൽ മതി, വേറെ നോട്ടൊന്നും കൊടുത്തെടുക്കണ്ട. അപ്പോൾ എന്താണ് ജനിതകശാസ്ത്രം? ജനിതകശാസ്ത്രം എന്നാൽ പാരമ്പര്യത്തെയും വിധേയത്തെയും കുറിച്ച് പഠിക്കുന്നതാണ് ജനിതകശാസ്ത്രം. പിന്നെ രണ്ടാമത് പറയുന്നത് ജീൻ എഡിറ്റിംഗ് എന്താണ് അല്ലേ? എന്താണ് ജീൻ എഡിറ്റിംഗ്? DNA ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് DNA ജീനിൽ ആവശ്യമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ജീൻ എഡിറ്റിംഗ്. അത് CRISPR-Cas എന്ന സാങ്കേതിക വിദ്യ അറിഞ്ഞിരിക്കുക. അത് 2020 സ്വതന്ത്ര നോബൽ കിട്ടി. അത് കിട്ടിയതായിരിക്കാം ജെന്നിഫർ എ ഡൗഡ്ന, എമ്മാനുവൽ കാർപ്പൻറ്റർ. അവരെ പ്രത്യേകതയാണ് ജനിതക രോഗ ചികിത്സയ്ക്ക് അതേപോലെ ക്യാൻസർ ചികിത്സക്കെല്ലാം പുരോഗതി നേടാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകളെ വികസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഇനി DNA ജീനിന് എന്തിയുടെ സ്ഥാനം? DNA എവിടെ കിടക്കുന്നത്? നമ്മുടെ കോശത്തിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിലുള്ള DNA. ഇനി ജീൻ എവിടെ കാണുന്നത്? ഒരു കോശത്തിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിൻ്റെ ഉള്ളിലെ DNA-ൻ്റെ ഉള്ളിലാണ് ജീന് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ നോട്ടും പറഞ്ഞിട്ടുണ്ട്. യൂക്കാരിയോട്ടിക് കോശ ന്യൂക്ലിയസിലെ ക്രോമസോമിലെ DNA-ലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞത്. പിന്നെ DNA-ൻ്റെ ഘടന കണ്ടെത്തിയതിൻ്റെ 4 ആളുകളുണ്ട് പ്രധാനമായിട്ടും പങ്കുവഹിച്ചത്. അതിൽ രണ്ടാളുടെ പേരിൽ അറിയപ്പെടുന്നത്, അതായത് ജെയിംസ് വാട്സൻ്റെയും ഫ്രാൻസിസ് ക്രിക്കിൻ്റെയും ചുറ്റുകോപണി മാതൃകയാണ്. അത് 1953 അവർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും കൂടിയിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഫോട്ടോ 51 ആണ്. ഈ ഫോട്ടോ 50 ആണ് റോസലിൻ ഫ്രാങ്ക്ലിൻ തന്നെ എടുത്തത്. അദ്ദേഹം 1957 മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പിന്നെ മോറിസ് വിൽക്കിൻസും ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും കൂടിയിട്ട് 1962 നോബൽ പ്രൈസ് ലഭിച്ചു. ഇനി അതിൻ്റെ ചുറ്റുകോണി മാതൃകക്ക് ഇനി എന്തെല്ലാം ഒരു DNA-ൻ്റെ പടികൾ. DNA-ക്ക് 2 ഇഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 2 ഇഴകളിൽ എന്തെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്? ഇഴകൾ ചേർക്കുമ്പോഴല്ല ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു പിന്നെ നൈട്രജൻ ബേസും അല്ല, ഇതും കൂടി ചേരുമ്പോഴാണ് ഒരു എന്തുണ്ടാകുന്നത്? പിന്നെ ഇഴകളിൽ ആരെല്ലാം? പഞ്ചസാരയും ഫോസ്ഫേറ്റും കൂടി ചേർന്ന്. പിന്നെ പടികളുണ്ട്. ആ പടികളെല്ലാം നൈട്രജൻ ബേസുകൾ കൂടിച്ചേരുമ്പോൾ നൈട്രജൻ ബേസുകൾ ഏതെല്ലാം? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ തൈമിനുമായിട്ട് കൂടിച്ചേരുന്നു, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് കൂടി ചേരുന്നു.
പിന്നെ നമ്മൾ ന്യൂക്ലിയോടൈഡ്, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടാവണം? ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസ്. ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പിന്നെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പൂരിപ്പിച്ചോളാം. പിന്നെ ഒരു DNA വലിപ്പം എത്രയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ക്ലാസ്സിൻ്റെ ബാക്കി പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യുക? പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക.